പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ വിവാദം തന്നെയാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പ്രധാനമായും ഈ വിവാദ വിഷയം തന്നെ ചർച്ചയാകാനാണ് ഇട. AK സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെ വിവരങ്ങൾ ഫെലിക്സ് നൽകും. സ്റ്റെഫിനെ, ഇപ്പോൾ നേരത്തെ ശ്രീ TG നന്ദകുമാർ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും കേട്ടല്ലോ, പിറന്നാൾ സമ്മാനമായി മൈസൂർ പാക്കുമായിട്ടാണ് ഇ പി ജയരാജൻ്റെ മകൻ്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കറുമായി പോയത്. യഥാർത്ഥത്തിൽ സർപ്രൈസ് പ്രകാശ് ജാവ്ദേക്കർ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നടന്നതെന്ന് TG നന്ദകുമാർ പറയുന്നു. ഈ നന്ദകുമാറിനെ നേരത്തെ ഫ്രോഡെന്നാണ് ഇ പി ജയരാജൻ വിളിച്ചത്. ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങളെ EP നിഷേധിക്കുന്നു. എന്തൊക്കെയോ എന്തൊക്കെയോ നടന്നു, ചീഞ്ഞു നാർന്നു എന്ന് പറയുന്നത് പോലെ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആദ്യം തന്നെ ഇത് ചർച്ച ചെയ്യേണ്ടി വരുമോ? ദിവിഷ്, ഏതായാലും സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. കാരണം ഈ പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് തന്നെ മുതിർന്ന നേതാക്കൾ തോമസ് ഐസക് അടക്കമുള്ളവർ എത്തിയിരുന്നു. എല്ലാവരും സെക്രട്ടേറിയറ്റ് യോഗത്തിന് പങ്കെടുക്കുന്നുണ്ട്. 10 മണിക്ക് തന്നെ കൃത്യമായി സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു. ഇപ്പോൾ ഏതായാലും സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. EP ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടിക്കകത്തും സെക്രട്ടേറിയറ്റിലും ഒരുപക്ഷെ വിശദീകരിക്കേണ്ടി വരും. ആ വിശദീകരണം ബോധ്യപ്പെട്ടാൽ മാത്രമേ ഒരു പാർട്ടി ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഏതായാലും EP നൽകുന്ന ഇത്തരം വിശദീകരണങ്ങളിൽ പല അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഈ കാര്യം എങ്ങനെ EP ധരിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും ഇന്ന് ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകമായി ഇന്ന് സെക്രട്ടേറിയറ്റ് ചേർന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനവുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ട എങ്കിൽ പോലും ഈ വിഷയം മുതിർന്ന നേതാക്കളടക്കം ഉന്നയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഒരു മറുപടി EP എന്ത് മറുപടി നൽകുന്നു എന്നതാണ് ഇനി ഏറെ ശ്രദ്ധേയമായ കാര്യം. പല ആരോപണങ്ങൾ ഇപ്പോഴും ഇങ്ങനെ അതിനൊന്നും ഉത്തരം കിട്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ അതൊക്കെ പരിശോധിച്ച ശേഷം പാർട്ടി കൃത്യമായ നടപടി എടുക്കുമെന്നുള്ളതാണ്. മുന്നണിക്കുള്ളിലും ഇത്തരത്തിൽ വലിയ എതിർപ്പ് ഇത് സംബന്ധിച്ച് ഉണ്ട്. CPMൻ്റെ ഒരു നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും CPI അടക്കമുള്ള പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയോടുകൂടി സെക്രട്ടേറിയറ്റ് യോഗം അവസാനിക്കും. വൈകിട്ടോടുകൂടി ഒരു പക്ഷേ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.